നമസ്കാരം സുഹൃത്തുക്കളെ, നിങ്ങൾ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആരാധകനാണോ? നിങ്ങൾ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിരോധിയാണോ? ആണെങ്കിൽ നിങ്ങൾ രണ്ട് കൂട്ടരും ഈ വീഡിയോ മുഴുവനും കാണണം. എന്തുകൊണ്ടാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ നിങ്ങളുടെ ആരാധകനെ അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ അറിയണം. നിങ്ങൾ നിങ്ങളുടെ ശത്രുവിനെ അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കൃത്യമായിട്ടുള്ള പ്രതിരോധങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കും. അപ്പോൾ രണ്ട് കൂട്ടരും ഇത് കാണണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ആദ്യം നിങ്ങൾ കണ്ട ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് രണ്ട് വീഡിയോ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. രണ്ട് പേരുടെ വീഡിയോ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്, എൻ്റെ അല്ലാതെ വേറെ രണ്ട് വീഡിയോ. ഇത് കാണുവാൻ വേണ്ടിയിട്ടാണ് നിങ്ങളോട് തീർച്ചയായിട്ടും ഇത് മുഴുവനായിട്ട് ഈ വീഡിയോ കാണണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നത്. നിങ്ങൾ ആദ്യം കാണേണ്ടത്, ഒരുപക്ഷെ നിങ്ങൾ കണ്ടിട്ടുള്ള ഒരു വീഡിയോ, പക്ഷേ നിങ്ങൾ അത് ഒന്നുകൂടെ കാണേണ്ടി വരും ഈ വീഡിയോയ്ക്കകത്ത്. അതെന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, പാകിസ്ഥാനിലെ മെമ്പർ ഓഫ് പാർലമെൻറ്റ് പാകിസ്ഥാൻ പാർലമെൻറ്റിൽ നടത്തുന്ന ഒരു പ്രസംഗമാണ്. അത് ഒരു 49 സെക്കൻഡ് വീഡിയോ ആണ്. നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. भुट्टो साहब कह रहे थे उनको वोट दिलवा दिए और फिर कहते हैं क्या क़यामत आ गई अगर वो सिक्योरिटी काउंसिल का गैर मुस्तकिल मेंबर बनना कोई बड़ी बात नहीं है, लेकिन 192 में 184 वोट लेना बहुत बड़ी बात है। हमारे तमाम सो कॉल्ड ब्रादर मुल्क जो है उन्होंने अललान जो है उनको वोट दिया, इंडिया को वोट दिया। लोग नॉर्मली 150 या 160 या 140-45 के ऊपर इलेक्ट होते हैं, वो 184 पे इलेक्ट हुआ है। फेस द रियलिटी, हेड ऑन फेस द रियलिटी, चाहे वो फॉरेन पॉलिसी हो या पब्लिक हेल्थ हो या इकोनॉमी हो, एवरीथिंग इज एलिंग एंड कोलैप्सिंग। അതെ, അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, UN അംഗത്വം ലഭിക്കുന്നതല്ല അതിനകത്ത് ഇമ്പോർട്ടൻ്റ് കാര്യം, പക്ഷേ 186 പേര് ഇന്ത്യയെ സപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഇതാണ് അദ്ദേഹം ഒരു വിഷയമായി പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യക്ക് ഇത്രയധികം പിന്തുണ മറ്റു രാജ്യങ്ങളിൽ ലഭിച്ചതെങ്ങനെ? നിർഭാഗ്യവശാൽ നമ്മളുടെ നാട്ടിലെ മാധ്യമങ്ങൾ ഇന്ത്യക്ക് പ്രതികൂലമായിട്ടുള്ള വാർത്തകൾ മാത്രമാണ് ഇന്ത്യയിൽ പ്രചരിപ്പിക്കുന്നത്. നമുക്ക് നല്ലത് കേൾക്കാം, ചീത്ത കേൾക്കാം. ഏതാണ് കേൾക്കേണ്ടത് എന്ന് തീരുമാനിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്. എന്തുകൊണ്ടോ എനിക്ക് നന്മകൾ പറയാനാണ് കൂടുതൽ ഇഷ്ടം. തിന്മയെ നമ്മൾ അറിയണം, അറിഞ്ഞേ പറ്റൂ, ഇല്ലെങ്കിൽ നമ്മൾ അപകടത്തിൽ ചാടും. പക്ഷേ നന്മകൾ നമ്മളുടെ പോസിറ്റീവ് മൈൻഡ് നമുക്കുണ്ടാക്കി തരും. നമുക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാക്കുകളിലൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് സഞ്ചരിക്കാം. അദ്ദേഹം എന്താണ് തൻ്റെ ഫോറിൻ പോളിസിയെക്കുറിച്ച് പറഞ്ഞത്? കാരണം നരേന്ദ്രമോദിയെ ഏറ്റവും അധികം ട്രോൾ ചെയ്തിട്ടുള്ള ഒരു വിഷയമാണ് അദ്ദേഹത്തിൻ്റെ വിദേശയാത്രകൾ. ആ വിദേശയാത്രകൾക്ക് ഒരു എക്സ്പ്ലനേഷൻ അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. നിങ്ങളതൊന്ന് കേട്ടു നോക്കൂ. Mr. Modi, I want to start now on the issue of foreign policy. In the area of foreign policy, you have taken great personal interest. आपने जितनी पर्सनल रुचि रखी है फॉरेन पॉलिसी में, शायद ही प्रीवियस प्राइम मिनिस्टर्स ने रखी है. आपका अप्रोच प्रोएक्टिव है. You have also, what I find interesting about your foreign policy is that you've balanced different powers and different interests. On the one side, your relationship with the US, उनके साथ आपने missile control technology regime, you made sure India enters there. But a week before that, you also signed the historic Chabahar port agreement with Iran. So you have balanced very diverse forces. मेरा सवाल आपका इस पर है कि is it easy to do that as an Indian Prime Minister? Secondly, on the issue of the NSG, you staked a lot of your personal interest, personal push, बहुत active lobbying की आपने. How close are we to getting the NSG seat? पहली बात है विदेश नीति की. हम लोगों को अंदाज नहीं है कि सबसे बड़ी बात क्या है जिसने इस विदेश नीति में ताकत भरी है. 30 साल तक हमारे देश में अस्थिर सरकारें थी. क्लियर कट मैंडेट वाली पार्टी को सरकार बनाने का 30 साल मौका नहीं मिला था. दुनिया किसी देश की सरकार को नापती है इन बातों से कि वो सरकार अपने देश में किस अवस्था में है, उसके शब्द की ताकत क्या है. इस देश की जनता का मैं बहुत आभारी हूं. उन्होंने 30 साल के बाद एक पूर्ण बहुमत वाली सरकार चुनी है और इसका विश्व की राजनीति पर एक असर होता है.
दुनिया के देशों की और दुनिया के नेताओं की भारत की तरफ देखने का दृष्टिकोण बदल जाता है। तो इस सबसे बड़ा अगर बेनिफिट है तो ये है। दूसरा, विश्व मुझे जानता नहीं था और विश्व हेड ऑफ द स्टेट कौन है वो जानना चाहता है। अगर मीडिया की नज़र से मोदी को कोई जानने की कोशिश करेगा तो वो भ्रमित हो जाएगा कि भाई ये मोदी सही कि वो मोदी सही। अगर ऐसा होता है तो देश का बहुत नुकसान हो जाएगा। दुनिया को भारत के प्रति विश्वास जगाने में मोदी का व्यक्तित्व रुकावट नहीं होना चाहिए। लेकिन उसके लिए जब तक मैं उन नेताओं से मिलता नहीं हूं, वन टू वन बात नहीं करता हूं, खुल करके बात नहीं करता हूं, वे भारत का हेड ऑफ द स्टेट क्या है उसको नहीं जान पाएंगे। तो मेरे लिए बहुत जरूरी था, क्योंकि मैं कोई किसी राजनीतिक परिवार के हिस्सा नहीं था, मुझे कभी पहले विश्व के नेताओं के साथ मिलने जुलने का अवसर नहीं मिला था। फॉरेन पॉलिसी पे आप अननोन एंटिटी, तो उसके कारण फॉरेन पॉलिसी के ज्यादा फॉरेन रिलेशन जी नया था। तो मेरे लिए प्रोएक्टिव होना एक अनिवार्य बात थी जी, जिसके लिए होना था। तीसरी बात है कि हम एक टीम के रूप में काम करते हैं। विदेश मंत्रालय, प्रधानमंत्री कार्यालय, कॉमर्स मिनिस्ट्री, फाइनेंस मिनिस्ट्री, रक्षा मंत्री, सब लोग एक टीम बनकर के काम कर रहे हैं, टुकड़ों में नहीं है। ये जो इम्पैक्ट नजर आ रहा है वो सिर्फ मोदी के कारण नहीं है, ये टीम के कारण है। सारी टीम निश्चित दिशा में काम करती है, उसके कारण नजर आता है। जो पहले बिखराव था हमने भी देखे हैं, पार्टी का बयान एक हो, प्रधानमंत्री का दूसरा हो, पार्टी लीडर का, ये बिखराव का बड़ा दुष्परिणाम होता है। तीसरी एक बात समझनी होगी कि पहले विश्व बाइपोलर था, दो बड़ी शक्तियों के आसपास विदेश नीति चलती थी। हम इस बात को समझने में हमें देर हो गई भारत को कि अब बाइपोलर अवस्था नाम मात्र की रह गई है। अब पूरा विश्व बदले हुए हालात में, खास करके 21वीं शताब्दी में, ज्यादा इंटरडिपेंडेंट है, इंटरकनेक्टेड है। पहले विदेश नीति सरकारों के बीच संभव थी, आज सिर्फ सरकारों के बीच संभव नहीं है। सरकारों के बीच होना जरूरी है, लेकिन पीपल टू पीपल कांटेक्ट बढ़ाना भी बहुत जरूरी है। एक पूरा दायरा बदल चुका है। मैं इस बात को, मेरा पुराना कोई बैकेज नहीं होने के कारण, क्लीन स्लेट होने के कारण, नए सिरे से सब चीज मैं लिख पाता हूं और उसका बेनिफिट हो रहा है। आज विश्व के हम सब देशों से जुड़ रहे हैं और इसके लिए मैं जितने सम्मान के साथ सऊदी अरेबिया से बात करता हूं, इतने ही सम्मान और के साथ ईरान से बात करता हूं। मैं जितने सम्मान से अमेरिका से बात करता हूं, उतने ही सम्मान से रशिया से बात करता हूं। तो हमने इस बात को समझना होगा। तीसरी बात है कि हम छोटे देशों को छोटे न माने, ये सिद्धांत लेकर के मैं चल रहा हूं। दुनिया के छोटे से छोटे देश की भी उतनी ही अहमियत है कि जितनी कि बड़े के बड़े देश की होती है। हमने ज्यादातर बड़ों की छाया में छोटे तो आ जाएंगे इस मूड में रहे हैं। मैंने इसमें बदलाव किया। आपने देखा होगा कि पैसिफिक आइलैंड के देशों की मैं एक रेगुलर मैंने फॉरम बनाया है जी। 2 मीटिंगें कर चुका हूँ, एक बार मैं वहाँ गया, एक बार वो है। ये छोटे छोटे देश है, 10 लाख जनसंख्या, 20 लाख जनसंख्या, लेकिन छोटे छोटे आइलैंड ग्लोबल वार्मिंग के कारण सबसे ज़्यादा परेशान है। और जब भारत ने इंटरनेशनल सोलार अलायंस का मिशन लिया और दुनिया के करीब 122 देश जुड़ गए, इसका सबसे बड़ा बेनिफिशियरी कोई है तो आइलैंड कंट्रीज है। अभी 50 की संख्या है। ये 50 देशों का एक बहुत बड़ा गुट भारत की इस विजन के साथ एक सुरक्षा महसूस कर रहा है।
ये जो बदलाव है, इसको अगर हम समझेंगे तो हमारे ध्यान में आएगा कि हम विश्व के അതെ, അദ്ദേഹം പറഞ്ഞ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതായത് എന്നെ മാധ്യമങ്ങളിലൂടെ അല്ല മറ്റു വിദേശ രാജ്യങ്ങളും അറിയേണ്ടത്, എന്നെ അറിയേണ്ടത് എന്നിൽ നിന്നാണ് എന്ന് അദ്ദേഹം പറയുന്ന ആ ഒരു ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചു എന്ന് കരുതുന്നു. നിങ്ങളോടും എനിക്ക് പറയാനുള്ളത് ഇതേപോലെ ആരെയാണോ നിങ്ങൾ എതിരിടുന്നത്, ആരെയാണോ നിങ്ങൾ അനുകരിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ, നിങ്ങൾ ആ വ്യക്തിയുടെ വാക്കുകൾ അല്ലെങ്കിൽ ആ പ്രസ്ഥാനത്തിൻ്റെ വാക്കുകൾ നിങ്ങൾ ശ്രവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ഉറച്ച നിലപാടിൽ എത്തുവാൻ സാധിക്കും. ഇന്ന് ചൈനയ്ക്കെതിരെ ഏറ്റവും അനുകൂലമായിട്ടുള്ള സാഹചര്യമാണ് ഭാരതത്തിനുള്ളത്. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചൈന തങ്ങളുടെ ചുറ്റുവട്ടത്തുള്ള 16ലധികം രാജ്യങ്ങളുമായിട്ട് അതിർത്തി തർക്കങ്ങളിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ഇന്ത്യയുമായിട്ടുണ്ട്, തീർച്ചയായിട്ടും ഇന്ത്യയുമായിട്ടുണ്ട്. അത് ഇന്ത്യ ഡീല് ചെയ്തിട്ടുണ്ട്. ഇതിന് അപ്പുറം ചുറ്റുമുള്ള എല്ലാ രാജ്യങ്ങളുമായിട്ട്, ആ രാജ്യങ്ങളെ പറയുകയാണെങ്കിൽ നേപ്പാൾ, ചൈനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പത്രം പറഞ്ഞത് മൗണ്ട് എവറസ്റ്റ് ചൈനയുടേതാണ് എന്നാണ്. അപ്പോൾ നേപ്പാളുമായിട്ട് അവർക്ക് പ്രശ്നമുണ്ട്. നേപ്പാൾ പ്രധാനമന്ത്രിയുടെ നിലപാട് എന്ത് എന്നുള്ളതല്ല, നേപ്പാളിന് ആസ് ഇറ്റ് ഈസ് അവിടെ പ്രശ്നമുണ്ട്. ഒപ്പം ഭൂട്ടാൻ, തായ്വാൻ, ബ്രൂണൈ, ഇന്തോനേഷ്യ, മലേഷ്യ, ഫിലിപ്പീൻസ്, വിയറ്റ്നാം, ജപ്പാൻ, എല്ലാ രാജ്യങ്ങളുമായിട്ട് ഇവർക്ക് പ്രശ്നം. അവരുടെ അതിർത്തി പങ്കിടുന്ന എല്ലാ രാജ്യങ്ങളുമായിട്ട് പ്രശ്നമുണ്ട്. ഇതിന് വ്യക്തമായിട്ടുള്ള കാരണങ്ങളുണ്ട്. നിങ്ങളിൽ ഇൻ്റർനാഷണൽ പൊളിറ്റിക്സ് ശരിയായി വിലയിരുത്തുന്ന ഒരു വ്യക്തിയാണെന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും അറിയാം. സൗത്ത് ചൈന സീയിൽ ഉണ്ടാകുന്ന വിഷയങ്ങൾ. സൗത്ത് ചൈന സീയിൽ 2013 ഒരു ചെറിയൊരു ഐലൻഡ് ചൈന വികസിപ്പിച്ചെടുത്തത്. ഇന്ന് ആ ഐലൻഡിൻ്റെ അവസ്ഥ എന്താണ്? അവരവിടെ ഒരു വലിയ മേജർ മിലിറ്ററി ബേസ്, ഒരു വാർഷിപ്പ് അല്ലെന്നുണ്ടെങ്കിൽ ഒരു വാർ പ്ലെയിൻസ് പോകാനുള്ള ഒരു വലിയ ബേസ് അവരവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. നെയ്ബറിങ് കൺട്രീസിന് എല്ലാം ഭീഷണി ഉയർത്തിക്കൊണ്ട്. അവിടേക്ക് ഇന്ന് അമേരിക്ക പോയിട്ടുള്ള വാർത്തകളൊക്കെ വളരെ സജീവമായിട്ട് മാധ്യമങ്ങൾ കൊണ്ടാടുന്നുണ്ട്. ഈ ഒരു അവസരത്തിൽ കൃത്യമായിട്ട് ഒരു നിലപാട് ഇന്ത്യ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ രാജ്യങ്ങളും ഇന്ത്യക്ക് പരിപൂർണ്ണ പിന്തുണ നൽകും. നമുക്ക് ഏറ്റവും അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യം. നിങ്ങൾ ശ്രദ്ധയോടുകൂടി കാര്യങ്ങളെ വിലയിരുത്തണം. അത് പറയുവാൻ നമുക്ക് ട്രോളുകൾ നമുക്ക് ആനന്ദം നൽകും, ഒരു സംശയവും വേണ്ട. പക്ഷേ നമ്മൾ സത്യാവസ്ഥ അറിയണം. ആ സത്യാവസ്ഥയെ നമ്മൾ പിന്തുടരണം. ആ സത്യാവസ്ഥയ്ക്കനുസരിച്ച് നമ്മൾ നിലപാടുകൾ എടുക്കണം. തമാശകൾ മാറ്റി നിർത്തി ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു വിഷയം. കാരണം നമ്മളുടെ ഒക്കെ സുരക്ഷ നമ്മളുടെ വിരൽത്തുമ്പിലാണ്. നമ്മൾ നൽകുന്ന ഒരു വോട്ടിലോ നമ്മൾ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷനുകളിൽ, ടിക്ടോക്ക് പോലുള്ള ആപ്ലിക്കേഷൻസ് നിരോധിച്ചതോ അതിൻ്റെയൊക്കെ വിശദമായിട്ടുള്ള ചർച്ചകൾ എൻ്റെ തന്നെ വീഡിയോകൾ ഞാൻ ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ട്. ഇത് എല്ലാം നമ്മളുടെ വിരൽത്തുമ്പിലാണ് നമ്മളുടെ സുരക്ഷ. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ഇത് പറയുവാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്തത്. തീർച്ചയായിട്ടും എൻ്റെ നിരീക്ഷണത്തിൽപ്പെടുന്ന സമാനമായിട്ടുള്ളതും മറ്റുള്ള വിഷയങ്ങളുമായിട്ട് തീർച്ചയായിട്ടും ഉടൻ തന്നെ നിങ്ങളെ കാണുന്നതായിരിക്കും. തൽക്കാലത്തേക്ക് വിടാം. നന്ദി.